അഡാനി ഗ്രൂപ്പിൻ്റെ ഷെയറിന് 14 മാസം മുന്നേ 200 രൂപ വിലയുണ്ടായില്ല. ഇന്ന് 840 രൂപ വില. മുഖ്യമന്ത്രി മറ്റുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് ഒരു വലിയ സൈന്യത്തെയായിരുന്നു ആ കടലിന്റെ മക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. 1 കിലോമീറ്ററിനപ്പുറത്തിരുന്ന വീടുകൾ ഇന്ന് 10 മീറ്റർ പോലും അകലെയല്ലാതെ കടലിനോട് ചേർന്ന് കഴിഞ്ഞു. നമ്മുടെ അധികാരികളുടെ അന്ധനെയും മൂകനെയും പോലെയായി തീർന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ സംശയം. പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്തോ ഉണ്ടാകുമ്പോൾ വരുന്നവർ മാത്രമല്ല ഇവർ. മഴയ്ക്കുള്ള സാധ്യത വരുമ്പോൾ അവർ അറിയിക്കാറുണ്ട്, നിങ്ങൾ കടലിൽ പോകരുത്, മീൻ പിടിക്കാൻ പോകരുതെന്ന് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുതെന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം എങ്ങനെയാണ് ആ കുടുംബത്തിന് നിറവേറ്റി പോകാൻ സാധിക്കുക? അതിന് ഗവൺമെന്റ് എന്ത് സഹായം ചെയ്യുന്നുവെന്ന് ഇന്നുവരെ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഏതെല്ലാം ഭരണങ്ങൾ മാറി മാറി വന്നിട്ടും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ അവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. മുൻപ് ഏതോ കാലത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് അഷ്ടമുടി കായലിലെ പ്രശ്നം വന്ന സമയത്ത് അന്ന് ഗവൺമെന്റിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ, പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അന്നത്തെ മന്ത്രി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അത് അടഞ്ഞ അധ്യായമാണ്. ഇവിടെ ഒരു അടഞ്ഞ അധ്യായത്തിനുള്ള തുടക്കമാണത്. അതായത് ഇവരുടെ സമരമല്ല, ഇവർ സമരം ചെയ്യുന്നില്ലെങ്കിൽ ഒത്തിരിയേറെ അധ്യായങ്ങൾ അടയപ്പെടും. അതിനാൽ ഇവർ സമരമുഖത്ത് നിന്നേ പറ്റുകയുള്ളൂ. ഇവിടെയുള്ള പാരിസ്ഥിതിക പഠനം പോലും നടത്താതെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനിയന്ത്രിതമായിട്ടുള്ള ഡ്രഡ്ജിങ്ങും മറ്റും അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ ദൂരവ്യാപകമായിട്ടുള്ളതാണ്. ഇവിടെ ശംഖുമുഖം കടപ്പുറമില്ല. ഇവിടെ വളരെയേറെ കാണാൻ സൗന്ദര്യമുണ്ടായിരുന്ന കടപ്പുറങ്ങൾ പോലും ഇവിടെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഒരു 25 വർഷം മുൻപ് 1 കിലോമീറ്ററിനപ്പുറത്തിരുന്ന വീടുകൾ ഇന്ന് 10 മീറ്റർ പോലും അകലെയല്ലാതെ കടലിനോട് ചേർന്ന് കഴിഞ്ഞു. അതായത് ഒത്തിരിയേറെ കടലെടുത്തുകൊണ്ട് തീരെ ശോഷണം സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അകാരണമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രഡ്ജിങ് നിർത്താത്ത പക്ഷം ഇവിടെ 2 വർഷം പോലും ഇനിയും ഈ കടപ്പുറങ്ങൾ ഒന്നും ഇവിടെ കാണുകയില്ല. ഈ മനുഷ്യരെല്ലാവരും തൂത്തെറിയപ്പെടും, വലിച്ചെറിയപ്പെടും. ഇവർക്ക് ഏതെങ്കിലുമൊക്കെ ചില്ലറ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവരെ ഇവിടെ നിന്ന് ഭസ്മീകരിക്കും, അപ്രത്യക്ഷരായി പോകും. ഈ മക്കൾ എന്നും കണ്ണീരിലെ വിലാപത്തിലും കഴിയും. അതുകൊണ്ട് ഈ സമൂഹം, ഈ ചങ്ങനാശ്ശേരി അതിരൂപത മാത്രമല്ല, ഈ മാനവികതയെ, സാഹോദര്യത്തെ സ്നേഹിക്കുന്ന സകല ആളുകളും ഈ ഓണക്കാലത്ത് ഇവരോടൊപ്പം ഒന്നുചേരുകയാണ് വേണ്ടത്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതിന് മതത്തിന്റെ അതിർവരമ്പുകൾക്കെല്ലാം അപ്പുറത്ത് സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരേണ്ട സമയമാണിത്. ഈ തീരദേശത്തെ ജനതയോടൊപ്പം ഞങ്ങൾക്കും പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടി തന്നെയാണ്. ഇത് നിർത്തിവെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ ആഗ്രഹിക്കുന്നില്ല. കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും അതിന് സഹായിക്കുവാൻ ഓടിയെത്തിയവർ ഈ കടപ്പുറത്തിൻ്റെ മക്കളാണ്. ഇന്ന് ചങ്ങനാശ്ശേരി അതിർവതിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ഇവിടെ വന്നിരുന്നു. നാളെയും കുട്ടനാട് മേഖലയിൽ നിന്ന് ഏതാണ്ട് 4-5 വണ്ടികളിൽ നിന്ന് ആൾക്കാർ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, വലിയൊരു ജലപ്രളയം വന്നപ്പോഴും അവിടെ കുട്ടനാടുകാരനെ സഹായിക്കുവാനായിട്ട് ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്തൊക്കെയും മുഖ്യമന്ത്രി മറ്റുള്ളവരൊക്കെ പറഞ്ഞിരുന്നത് ഒരു വലിയ സൈന്യത്തെയായിരുന്നു ആ കടലിൻ്റെ മക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അവർക്കൊരാവശ്യം വന്നപ്പോഴത്തേക്കും അവരോട് ഒരു വിധത്തിലൊരു പരിഗണനയും കാണിക്കാതെയുള്ള തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുക. 7 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അതിൽ 5 കാര്യങ്ങൾ നിറവേറ്റാമെന്ന് വാക്കാൽ പറഞ്ഞു. രേഖാമൂലം ഒരു മറുപടിയും ഇതുവരെ നൽകിയിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 7ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് തുറമുഖത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ നിർത്തിവെച്ച് അത് ചർച്ച ചെയ്യുവാനായിട്ട് തയ്യാറാകണമെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ അടുത്ത നാളിൽ നമ്മുടെ വെട്ടുകാട് ഭാഗത്തും അതോടൊപ്പം അതിൻ്റെ കോവളത്തെ ഭാഗത്തുമൊക്കെ വിവിധ വീടുകളാണ് കടൽ എടുത്തുകൊണ്ട് പോവുക. ഈ രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീരദേശം ഇല്ലാതായി തീരുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള മഴയ്ക്കുള്ള സാധ്യത വരുമ്പോൾ അവർ അറിയിക്കാറുണ്ട്, നിങ്ങൾ കടലിൽ പോകരുത്, മീൻ പിടിക്കാൻ പോകരുതെന്ന് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുതെന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം എങ്ങനെയാണ് ആ കുടുംബത്തിന് നിറവേറ്റി പോകാൻ സാധിക്കുക? അതിന് ഗവൺമെന്റ് എന്ത് സഹായം ചെയ്യുന്നുവെന്ന് ഇന്നുവരെ അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഈ അടുത്ത നാളിൽ ഒരു ചെറിയൊരു മോഹന വാഗ്ദാനം അവർ നൽകിയുണ്ടായി. അവിടെ മാറി താമസിക്കുന്ന, അവിടെ നിന്ന് വീട് നഷ്ടപ്പെട്ട ഏതാണ്ട് 340ഓളം കുടുംബങ്ങൾക്ക് വീടിന് റെന്റില് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കാമെന്ന് പറയുകയുണ്ടായി. അത് റെന്റ് മാത്രം കൊടുത്താൽ പോരല്ലോ, ഒരു വീട് പുതുതായിട്ട് കിട്ടണമെങ്കിൽ ആ വീട്ടിലേക്ക് താമസിക്കൽ അത്രയധികം രൂപകളാണ് ചെലവാക്കേണ്ടത്. അതിനെക്കുറിച്ചൊന്നും ഗവൺമെന്റ് ഒരു കാര്യം തന്നെ പറയുവാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, ഈ തീരദേശ ജനതയോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപത എന്നും ഉണ്ടാകും. ചങ്ങനാശ്ശേരി അതിരൂപത മാത്രമല്ല, സിറോ മലബാർ സഭ മുഴുവൻ ഉണ്ടാകും. ഞാനൊരു ആത്മീയ പ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവിധ പിന്തുണയും
പ്രോത്സാഹനവും ഞങ്ങളുടെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. തീരദേശ ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും ഈ 7 ഉന്നയിച്ചിരിക്കുന്ന ആവശ്യത്തിന്മേലും എത്രയും വേഗം സ്വീകരിക്കണമെന്നും ശക്തമായിട്ട് ആവശ്യപ്പെടാനായിട്ട് ഈ അവസരം ഉപയോഗിക്കും. കടലിൻ്റെ മക്കളുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിന് അവരോടൊപ്പം സർവ്വ പിന്തുണയും പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നാളുകൾ ഇത്രയായിട്ട് ഈ മക്കൾ തങ്ങളുടെ അവകാശത്തിനായിട്ട് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് ഈ പോരാട്ടം നടത്തിയിട്ടും സർക്കാർ കാണിക്കുന്ന നിസ്സംഗത ഞങ്ങൾക്ക് ഏറെ വേദനാജനകമാണ്. എന്നും ഇവരുടെ അവകാശം സ്ഥാപിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ഈ മക്കളോടൊപ്പം ഉണ്ടായിരിക്കും. നീതിക്ക് വേണ്ടി ഞങ്ങളും കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഇവരോട് കാണിക്കുന്ന അവഗണനയ്ക്ക് മുമ്പിൽ എല്ലാ പിന്തുണയും ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇവർ എക്സ്ട്രാ ഒരു ഭൂമിക്ക് വേണ്ടിയല്ല, സ്വന്തം കടപ്പാടത്തിന് വേണ്ടിയാണ് ഇതുങ്ങൾ ഈ കിടന്ന് നിലവിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ കണ്ണിനോടൊപ്പം ഈ സഭയോടൊപ്പം ഞങ്ങൾ എന്നും അവരുടെ കൂടെ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് പണം ഇല്ലാത്തവൻ പിണമെന്നാണ് പറച്ചിൽ. അപ്പം ആ ഒരു അവസ്ഥയാണ് ഇന്ന് സത്യം പറഞ്ഞ സർക്കാർ ഈ പാവപ്പെട്ട മക്കളോട് കാണിക്കുന്നത്. ചുറ്റുവട്ടത്തുള്ള ഇപ്പോൾ ശംഖുമുഖമാണെങ്കിലും കൊല്ലമാണെങ്കിലും ഏത് കടപ്പുറത്തോട്ട് ചെന്നാലും നഷ്ടമായി പോയ ഒരു കടൽ തീരമാണ് നമുക്ക് കാണാനുള്ളത്. ശരിക്കും ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവരുടെ കൂടെയുണ്ട്. അഡാനിക്കുള്ള പ്രോത്സാഹനം, അഡാനി ഗ്രൂപ്പിൻ്റെ ഷെയറിന് 14 മാസം മുന്നേ 200 രൂപ വിലയുണ്ടായില്ല. ഇന്ന് 840 രൂപ വില. അപ്പോൾ ആ ഒരു പ്രൊമോഷന് വേണ്ടി ഈ ആളുകളെയൊക്കെ കഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കുട്ടനാട്ടുകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ ജനതയോട് തീർത്താത്ത ഒരു കടപ്പാട് തന്നെയുണ്ട്. കാരണം ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ നാട്ടുകാരെ ഏറെ കൺസേണോടുകൂടെ ഞങ്ങളുടെ ആവശ്യ നേരത്ത് സഹായിച്ച ഒരു സമൂഹമാണ് ഇവർ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ന് ഇവരുടെ ഈ ഒരു ജെനുവിനായിട്ടുള്ള ഈ ഒരു നീഡിൽ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടപ്പാടാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ മക്കൾ തനിയല്ല, അവരോടൊപ്പം അവരുടെ കണ്ണീരൊപ്പാനായി ഞങ്ങളും കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്താനാണ്. എന്ത് ദുരിതം വന്നാലും ഈ മക്കൾക്ക് വേണ്ടി രക്തം ചിന്തേണ്ടി വന്നാലും ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപത ഈ മക്കളോടുകൂടി എന്നും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകളും നിരന്തരം ഉണ്ടായിരിക്കും. ഇത്രയും ദിവസമായിട്ടും നമ്മുടെ അധികാരികൾ അന്ധനെയും മൂകനെയും പോലെയായി തീർന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ സംശയം. തീർച്ചയായിട്ടും ഈ ജനതയോടൊപ്പം എന്നും ഞങ്ങളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആവുന്ന എല്ലാ സഹായ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. പണ്ടൊക്കെ സ്കൂളിലൊക്കെ എക്സ്കർഷനൊക്കെ വരുമ്പോൾ കോവളത്തൊക്കെ പോയി ആ സമയത്ത് നമ്മൾ തീരത്തൂടെയൊക്കെ ഓടി നടന്നതുകൊണ്ട് അപ്പം ഈ ഒരു സമരത്തിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കോവളത്ത് ചെല്ലുമ്പോൾ തന്നെയാണ്. തീരമെല്ലാം പോയിട്ട് കടൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് കരയായിരുന്ന സ്ഥലമെല്ലാം ഇപ്പം കടലിൻ്റെ പാർട്ടാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാകത്തുള്ളൂ. അത് ഈ സെക്രട്ടേറിയറ്റിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ നിയമസഭയിൽ ഇരുന്നുകൊണ്ടോ AC മുറിൽ ഇരുന്നുകൊണ്ടോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. സ്ഥലത്ത് വന്ന് കണ്ട് ഇപ്പോൾ ഒത്തിരി സൈബർ പോരാട്ടം നടക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഇവർ വികസന വിരോധികളാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സൈബർ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇവരാരും ഈ സ്ഥലത്ത് വന്നിട്ടോ ഈ സ്ഥലങ്ങളുടെ അവസ്ഥ കണ്ടിട്ടോ അല്ല ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ഒക്കെ പറയാനായിട്ടുള്ളത്, നിങ്ങൾ ആദ്യം ഈ സ്ഥലം ഒന്ന് കാണണം. ഇവിടുത്തെ ആ ഒരു തീവ്രത, ഇവിടുത്തെ ആളുകളുടെ ആ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം തീരുമാനം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വികസനത്തിന്റെ പേരിൽ തീരദേശ ജനതയെ അവരുടെ സ്വന്തം തീരപ്രദേശത്ത് നിന്ന് പറിച്ചു മാറ്റുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാര്യം നമുക്കറിയാം, വികസനം എന്നുള്ളത് മാനുഷികതയെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമല്ല. മാനുഷികതയ്ക്കാണ് നമ്മൾ കത്തോലിക്കാ സഭ അല്ലെങ്കിൽ മനുഷ്യർ എപ്പോഴും മുൻഗണന നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ട് ചിന്തിക്കാനും വികസനത്തിൻ്റെ പേരിൽ മനുഷ്യത്വം മാറി നിന്നുകൊണ്ട് അവരെ പുറത്താക്കാനുള്ള നിലപാട് സർക്കാർ കാണിക്കും തീർച്ചും നിരുപാധികമായിട്ടും തെറ്റാണ്. അതിനെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വരുന്നവർ മാത്രമല്ല ഇവർ. കാരണം ഇവരുടെ വേദനകളിൽ നമ്മൾ കൂടുതലായിട്ട് പങ്കുചേരണം. നമുക്കറിയാം, ഞങ്ങൾ കുട്ടനാട്ടുകാരിലൊക്കെയാണ്. അവിടെ ചെയ്തിട്ടുള്ള നന്മകൾ രാത്രിയും പകലാക്കിക്കൊണ്ട് അവർ ധാരാളം കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു. ഇവരുടെ വേദനകളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോരുത്തരുമുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കിടക്കാനൊരു ഇടമുണ്ടാകുക, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. ഇത് ഏത് സമയത്ത് ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയാണ് ഇവർ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുന്നതും. ഈ വേദനകൾ ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർക്ക് അവകാശപ്പെട്ട ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ മക്കളോടൊപ്പം ഞങ്ങൾ ഇന്നുണ്ടാവും. ഇത് എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ഒരു സമരമല്ല, മറിച്ച് ഇത് നിലനിൽപ്പിൻ്റെ സമരമാണ്, ജീവൻ മരണ പോരാട്ടമാണ്. ഈ ഒരു സമരത്തിൽ ഞങ്ങളും എല്ലാവരും ചേർന്ന് ഈ ജനതയോട്, തീരദേശ ജനതയോട് ഞങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അധികാരത്തിനും അധികാരികൾക്കും കണ്ണില്ലാതെ വരുമ്പോൾ അവരുടെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്, സാമൂഹിക ദൗത്യമാണ്. സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കും. പ്രിയപ്പെട്ടവരെ, 2018 മഹാപ്രളയത്തിൽ കുട്ടനാടൻ മക്കളെ
രക്ഷിച്ച കടലിൻ്റെ മക്കൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങൾ വിഴിഞ്ഞത്തെത്തിയത്. വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കടലിൻ്റെ മക്കളുടെ തലയ്ക്കുമേൽ ആടുന്ന ഒരു വലിയ വാളാണ്. ബഫർ സോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടനാടിനെ രക്ഷിക്കുവാൻ AC റോഡ്, പ്രളയത്തെ അതിജീവിക്കുമെന്ന് പറയുന്ന AC റോഡ് പണിയുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ കുട്ടനാടൻ മക്കളുടെ തലയ്ക്കുമേൽ തൂങ്ങിയാടുന്ന ഒരു വലിയ വാള് തന്നെയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം, ഇന്ന് കോർപ്പറേറ്റുകൾ നാട് ഭരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ സ്റ്റോപ്പ് അദാനി എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ട്രേലിയയിൽ കൽക്കരി ഖനിക്കെതിരെ അവിടുത്തെ ജനങ്ങൾ അണിനിരന്നു. ഓസ്ട്രേലിയ പോലുള്ള സ്ഥലത്ത് അതിനെതിരെ അണിനിരക്കുവാൻ സാധിച്ചു, പരാജയപ്പെടുത്തുവാൻ സാധിച്ചുവെങ്കിൽ ഈ കേരളത്തില് ഈ കടലിന്റെ മക്കളുടെ ഈ പ്രശ്നം, ഇവര് ഓസ്ട്രേലിയ പോലൊന്നുമല്ല ഇവിടുത്തെ ഈ കടലിന്റെ മക്കൾ നിർമ്മിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമരം വിജയിപ്പിച്ച് ഈ പദ്ധതി അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കത്തക്കവണ്ണം അങ്ങേയറ്റം ഇത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രതിനിധികളാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിരൂപതയിൽ നിന്നും ജനങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഇവിടെ കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കോർപ്പറേറ്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരിണിത ഫലം എന്താണെങ്കിലും ലാഭം മാത്രം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പരിസ്ഥിതി പോകുന്നതിലൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് ലാഭമുണ്ടാക്കണം. ആ ഒരു രീതി സമൂഹത്തെ നശിപ്പിക്കും, നമ്മുടെ നാടിനെ നശിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വിഴിഞ്ഞം പദ്ധതിയുടെ പോരായ്മകൾ പരിഹരിച്ച് ഈ പറയുന്ന കടലിന്റെ മക്കളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമെന്നുള്ള ഒരു വലിയൊരു പ്രഖ്യാപനം, വലിയൊരു ആവശ്യം ഞങ്ങൾ ഗവൺമെന്റ് മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.